RSSന്റെ നിർണായക നീക്കത്തിന് പിന്നാലെ ആ പ്രഖ്യാപനം വന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യ BJP മേയറായി വരാൻ പോകുന്നത് VV രാജേഷ് തന്നെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിയുക്ത മേയർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു മികച്ച നഗരമായി, കുറച്ചുകൂടി രാജ്യത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായി മാറ്റാൻ, വികസനത്തിലൂടെ മാറ്റാൻ കഴിയും. അത് തന്നെയാണ് പ്രധാന ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും VV രാജേഷിനെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകളുണ്ട്. കാരണം തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം VV രാജേഷ് ഒക്കെ തന്നെ BJPയുടെ ഒരു മുഖമാണ്. അതായത് BJP ഇവിടത്തേക്ക് ഇറക്കി വിടാനും അതിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ അറിയാനും ഒക്കെ തന്നെ VV രാജേഷ് കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം നഗരസഭയിൽ തന്നെയുള്ള കൗൺസിലർ ആയിരുന്നു, പ്രതിപക്ഷ അംഗമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഘട്ടത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയ എല്ലാ BJP സമരങ്ങളുടെയും മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തി അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അത്രയും രീതിയിൽ BJPയെ തിരുവനന്തപുരത്ത് വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം. ആ ഘട്ടത്തിൽ പെട്ടെന്ന് ശ്രീലേഖ IPSനെ നമുക്ക് മേയറാക്കാമെന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു തീരുമാനത്തിനോട് VV പ്രത്യേകിച്ച് എതിർ അഭിപ്രായങ്ങളൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. മിണ്ടാതെ മൗനമായി അദ്ദേഹം എല്ലാം കേട്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് RSS പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇത്രയും നാളത്തെ ഒരു പ്രവർത്തനത്തെ, അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ പ്രവർത്തകർക്കിടയിലുള്ള നല്ല പ്രവർത്തകനെ തഴയുകയാണെങ്കിൽ അത് പ്രവർത്തകർക്കിടയിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുകയും അത് ഇവർക്കിടയിൽ തന്നെ തർക്കങ്ങൾക്ക് കാരണമാവുകയും ഒക്കെ ചെയ്യും. ഒരുപക്ഷെ VV രാജേഷിന് അതൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് VV രാജേഷ് തന്നെ മേയറാക്കുകയും ഡെപ്യൂട്ടി മേയറായിട്ട് ദീപയെയും ആക്കിയത് എന്നാണ് വ്യക്തമാകുന്നത്. ദീപയ്ക്കും ഈ പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു വലിയൊരു സ്വീകാര്യതയുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി അധികാരം പിടിച്ചെടുത്ത BJP രാഷ്ട്രീയ തന്ത്രജ്ഞതയും അനുഭവ പരിചയവും മുൻനിർത്തിയാണ് അഡ്വക്കേറ്റ് VV രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. RSS നിലപാടാണ് ഇതിന് കാരണം. മുൻ DGP R ശ്രീലേഖയുടെ പേര് മേയർ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്നു എങ്കിലും സഭയ്ക്കകത്ത് ഇടതു വലത് മുന്നണികളുടെ ശക്തരായ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ രാജേഷിനെ പോലെയും രാഷ്ട്രീയ നേതാവ് തന്നെ വേണമെന്ന് RSS നിലപാട് നിർണായകമാവുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്ത കാര്യം പാർട്ടി അറിയിച്ചത് ഇന്നലെ ഉച്ചയോടുകൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കോർപ്പറേഷനുകളിലെ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റികളിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്നാണ്. മേയർ, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ രാവിലെ 10:30ക്കും ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ ഉച്ചയ്ക്ക് ശേഷവും 2:30ക്കുമാണ് നടക്കുക. പഞ്ചായത്തുകളിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് അംഗമായിട്ടില്ലാത്തവർക്ക് വോട്ടവകാശം ഉണ്ടാവില്ല. സംസ്ഥാനത്ത് കണ്ണൂർ, കൊച്ചി, തൃശൂർ, കൊല്ലം കോർപ്പറേഷനുകളിൽ UDF മേയർ വരും. തിരുവനന്തപുരത്ത് ഇതാദ്യമായി അധികാരം പിടിച്ച BJPക്കാണ് മേയർ പദവി. കോഴിക്കോട് മാത്രമാണ് LDFന് മേയർ ഉണ്ടാവുക. വോട്ടവകാശമുള്ള അംഗങ്ങളുടെ പകുതിയാണ് ക്വാറം തികയ്ക്കാൻ വേണ്ടത്. സ്ഥാനാർത്ഥിയെ ഒരംഗം നാമനിർദ്ദേശം ചെയ്യുകയും ഒരാൾ പിന്താങ്ങുകയും വേണം. സംവരണം ചെയ്ത സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നവരെ ആരും നാമനിർദ്ദേശം ചെയ്യുകയോ പിന്താങ്ങുകയോ ചെയ്യേണ്ടതില്ല. 2ലേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അതിലൊരാൾക്ക് മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും കൂടി ആകെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയാൽ വിജയിയായി പ്രഖ്യാപിക്കും. ഇല്ലെങ്കിൽ കുറഞ്ഞ വോട്ട് നേടുന്നവരെ ഒഴിവാക്കി വീണ്ടും വോട്ടെടുപ്പ് നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 45 ദിവസത്തിനുള്ളിൽ തലസ്ഥാനത്ത് വരും. അത് ഉറപ്പു നൽകുന്നു. 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റും. അതാണ് ലക്ഷ്യം. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുമെന്നും മികച്ച പ്രതിപക്ഷമുള്ളത് ഗുണം ചെയ്യുമെന്നും VV രാജേഷ് കൂട്ടിച്ചേർത്തു. കൂടാതെ ശ്രീലേഖയെ മേയറാക്കുന്നതിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം ഉയർത്തിയ വിയോജിപ്പും VV രാജേഷിന് വഴി തുറന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ശ്രീലേഖയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും അവർ അത് നിരസിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെയോ അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവിയിലോ ശ്രീലേഖയെ പരിഗണിക്കാനാണ് നിലവിൽ BJPയിലെ ധാരണ. കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനം എടുക്കും. മുല്ലപ്പെരിയാറിലെയും ശബരിമലയിലെയും സമരനായകനാണ് VV രാജേഷ്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് യുവമോർച്ച അധ്യക്ഷനായിരിക്കെ VV രാജേഷ് നടത്തിയ സമരം ചർച്ചയായിരുന്നു. ശബരിമല ചാലക്കയത്തെ ടോൾ ഇല്ലാതാക്കിയതും രാജേഷിന്റെ സമരം തന്നെയാണ്. ഏതായാലും VV രാജേഷും ആശാനാഥും ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണ്. കേരളത്തിലെ ആദ്യ BJP മേയറും ഡെപ്യൂട്ടി മേയറും ആയി മാറുകയാണ് ഇരുവരും. കരിമം വാർഡിൽ നിന്ന് ഹാട്രിക് വിജയം നേടിയ GS ആശാനാഥിനെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് BJP തെരഞ്ഞെടുത്തത്.
പാർട്ടിയുടെ ഈ തീരുമാനം തീർത്തും അപ്രതീക്ഷിതമാണ് എന്നും വലിയൊരു ഉത്തരവാദിത്തമാണ് തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നും ആശാനാഥ് പ്രതികരിച്ചു. കോർപ്പറേഷൻ കൗൺസിലർമാരുടെ യോഗത്തിൽ വെച്ചാണ് തന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടതെന്നും വിവരം അറിഞ്ഞതെന്നും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയായ ആശാനാഥ് കഴിഞ്ഞ കൗൺസിലറിന്റെ കാലത്ത് ഭരണപക്ഷത്തിനെതിരെ BJP നടത്തിയ പോരാട്ടങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നു. അമ്മാവന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് പാപ്പനംകോട് വാർഡിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു ബിരുദധാരി പെൺകുട്ടി 8 വർഷങ്ങൾക്കിപ്പുറം തിരുവനന്തപുരം നഗരസഭയുടെ ഉപാധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നു എന്നത് തിളക്കമാർന്ന ഒരു രാഷ്ട്രീയ വിജയഗാഥ തന്നെയാണ്. 2015 വിജയിച്ച BJP നേതാവ് കരുമം ചന്ദ്രൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് 2017 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആണ് ആശാനാഥ് കൗൺസിലറായി അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് തുടങ്ങിയ ജനപിന്തുണ 2020 ഇത്തവണ കരുമം വാർഡ് നിലവിൽ വന്നപ്പോഴും ഒട്ടും ചോരാതെ നിലനിർത്താൻ ആശയ്ക്ക് സാധിച്ചു. 3ാം വട്ടവും കൗൺസിലിലേക്ക് എത്തിയതോടുകൂടി ഡെപ്യൂട്ടി മേയർ കസേരയും ഈ യുവ നേതാവിനെ തേടി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോർപ്പറേഷൻ ഭരണത്തിനെതിരെ BJP നടത്തിയ എല്ലാ സമരങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ആശാനാഥ്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആരാധക വൃന്ദമുള്ള ഇവർ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ മത്സരിച്ച് 30,000-ലധികം വോട്ടുകൾ നേടി തന്റെ രാഷ്ട്രീയ സ്വാധീനം തെളിയിച്ചിട്ടുണ്ട്. R. ശ്രീലേഖയെ പോലെയുള്ള പ്രമുഖരുടെ പേരുകൾ ചർച്ചകളിൽ ഉയർന്നുവെങ്കിലും രാഷ്ട്രീയ അനുഭവ പരിചയവും ജനകീയതയും പരിഗണിച്ച പാർട്ടി ഒടുവിൽ ആശയെ ഈ സുപ്രധാന പദവിയിലേക്ക് നിശ്ചയിക്കുകയായിരുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം തീർത്തും അപ്രതീക്ഷിതമാണെന്നായിരുന്നു ആശാനാഥിന്റെ ആദ്യ പ്രതികരണം. കൗൺസിലർമാരുടെ യോഗത്തിൽ വെച്ചാണ് താൻ ഈ വിവരം അറിഞ്ഞത് എന്നും പാർട്ടി ഏൽപ്പിച്ച ഈ ഭാരിച്ച ഉത്തരവാദിത്വം കൃത്യമായി ജനങ്ങൾക്കിടയിൽ നിന്നു തന്നെ ഞാൻ അത് പ്രവർത്തിക്കുമെന്നും അവർ പറയുകയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നുള്ള VV രാജേഷ് മേയറായും നേമം മണ്ഡലത്തിൽ നിന്നുള്ള ആശാനാഥ് ഡെപ്യൂട്ടി മേയറായും എത്തുന്നതോടുകൂടി തലസ്ഥാന നഗരത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് BJP തുടക്കമിടുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഭാഗമായ വാർഡിൽ നിന്നുള്ള VV രാജേഷിനെ മേയറാക്കുന്നതിലൂടെയും നേമം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡിൽ നിന്നുള്ള ആശാനാഥിനെ ഡെപ്യൂട്ടി മേയറാക്കുന്നതിലൂടെയും ഈ 2 A ക്ലാസ് മണ്ഡലങ്ങളിലും സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്.